ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുടെ ട്രിപ്പിൻ്റെ ബാക്കിയുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ വൈത്തിരി ഹോളിഡേ റിസോർട്ടിൻ്റെ ചുറ്റും നടന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ പോയതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ ബാണാസുര സാഗർ ഡാം കാണാൻ വേണ്ടി പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പിന്നെ അങ്ങോട്ടാണ് പോയത്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് രാവിലെ എണീറ്റ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം ആ പൂളിൻ്റെ സൈഡിലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ബാക്കി എല്ലാവരും റെഡി ആവാനായിട്ട് പോയി. ഞാൻ റെഡി ആയിട്ടാണ് പിന്നെ വന്ന് വേഗം വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തന്നല്ലോ അത്. അപ്പോൾ ഞാൻ എൻ്റെ ബാഗൊക്കെ എടുക്കണം, അതിന് വിജേഷിനെ പറഞ്ഞു വിട്ടേക്കായിരുന്നു. അപ്പോഴേക്കും അവിടെ റൂം ക്ലീൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ ആൾ വന്നു. പിന്നെ ഇവിടെ 5 മണി വരെയാണ് നമുക്ക് റൂം ക്ലീൻ ചെയ്ത് തരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ തന്നെ നമ്മൾ റിസപ്ഷനിൽ പോയി പറഞ്ഞ് ചാവിയൊക്കെ ഏൽപ്പിക്കണം. അപ്പോൾ ബാക്കിയുള്ളവരോടൊക്കെ നമ്മൾ പറയായിരുന്നു ക്ലീൻ ചെയ്യാണ്ടെങ്കിൽ റിസപ്ഷനിൽ പറയാനായിട്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ഓരോ വില്ലേന്നും ഓരോ ഇങ്ങനെ ഇറങ്ങി തുടങ്ങി. ഓരോരുത്തർ തൊട്ടപ്പുറത്ത് ചിന്നുവിൻ്റെ ഫാമിലിയാണ് കേട്ടോ. ചിന്നുവിൻ്റെ അച്ഛമ്മേനൊപ്പം ഇറങ്ങി വരുന്നത്, വനചേച്ചി. അപ്പോൾ അവർ വരണില്ല, അതായത് ചിന്നൊരു കുഞ്ഞനിയനുണ്ട്. അപ്പോൾ അത് കാരണം അവളുടെ അമ്മയും അച്ഛമ്മയും അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു, വന്നില്ല. എന്നാലും ചുമ്മാ ഇറങ്ങി വരണം. കാവ്യ ഇറങ്ങി വന്നു കുട്ടീനെയും കൊണ്ട് അവൾ കുറച്ച് നേരം കളിപ്പിക്കാനായിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി മോളും കൂടി ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ പറയായിരുന്നു കറക്റ്റ് ടൈമാണ്, ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുക, വേഗം ഇറങ്ങി വരാൻ. അങ്ങനെ നമ്മൾ ഇറങ്ങിപ്പോയി. കുറേ നേരം വീണ്ടും ഫോട്ടോ എടുത്തു. ആ പൂളിൻ്റെ സൈഡിലും അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പോയത് ഇവിടെ ഈ ഒരു ബാണാസുര സാഗർ ഡാം കാണാനായിട്ട്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലായ കാരണം വേറെ വാട്ടർഫോളൊക്കെ കാണണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ ഇരുന്നത്. പിന്നെ എല്ലാവർക്കും ഈ ഒരു ടൈമല്ലേ രാത്രി വന്ന് കിടക്കുന്നത് ഒരു സമയം, അത് കഴിഞ്ഞ് രാവിലെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് നമ്മളൊക്കെ ആകുമ്പോഴേക്കും ഒരു ടൈം ആവും. അത് കാരണം കൊണ്ട് ഇവരേക്കും പോയില്ല. വെറുതെ നമുക്ക് ഡാം കണ്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ആ പ്ലാനിൽ ഒതുക്കി. അതുപോലെ തന്നെ പോയി വെറുതെ നടന്ന് ഡാം കണ്ടു തിരിച്ചു വന്നു. വേറെ ഒന്നിനും കയറിയൊന്നുമില്ല. അത് കുട്ടികൾ പിന്നെ ഈ എപ്പോഴും ഈ പാർക്കിൽ തന്നെ 2 പേരും ഈ ഒരു സ്വിങ്ങിൽ. ഇപ്പോൾ ഇവള് നല്ല ഫാസ്റ്റായിട്ട് ആടുട്ടാ. എൻ്റെ മോള് കണ്ടല്ലോ, അവൾ ഇങ്ങനെ അധികം ഭയങ്കര പേടിയാണ്. പിന്നെ വേറെ ഒന്നിലും കയറില്ല. ചിന്നു പിന്നെ എല്ലാത്തിലും ഓടി കയറി എല്ലാതും കളിച്ചോളും. ആദ്യമൊക്കെ അങ്ങനെ അങ്ങോട്ട് അത്രയ്ക്ക് ധൈര്യമില്ല. ഓടി നടക്കും ചുറ്റും, പക്ഷെ അങ്ങനെ ഈ ഒരു സ്വിങ്ങിൽ മാത്രമേ ഇരിക്കുള്ളൂ. അങ്ങനെയും നമ്മൾ പിന്നെയും ഇവിടെ ഇരുന്ന് അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കലും ഇതൊക്കെയായി കുറേ സമയം പോയി. എന്നിട്ടാണ് വീണ്ടും നമ്മൾ ഡാമിൻ്റെ അവിടേക്ക് പോയത്. ഇത് ചിന്നുവിൻ്റെ അനിയനാണ് കേട്ടോ. അവൻ ഒക്കത്ത് കയറി ഇരിക്കും, ചാടി ഇറങ്ങും, എന്നിട്ട് ഓടി നടക്കും, ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. നല്ലൊരു പ്രശ്നമില്ല, ചാടി എനിക്കും പിന്നെയും നടക്കും. അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഇരുത്തി ഒരു പേര നിൽക്കുന്നുണ്ട്. പേരമ്മ നിറച്ച് പേരൊക്കെ ഉണ്ട്, ഒന്നും മൂത്തിട്ടും പഴുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ ഇരുത്തി ഫോട്ടോ എടുക്കുമായിരുന്നു ഞാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയി. അവിടെ നമ്മൾ അവിടെ എത്തിയപ്പോൾ എന്താ പറയുക, അവിടെ ഒരു 1 മണിക്കൂറിലും കൂടുതലുണ്ട് തോന്നി. ഞാൻ സമയം നോക്കിയില്ല അവിടേക്ക് യാത്ര. എന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒടുക്കത്തെ വെയിൽ ആയിരുന്നു. ഞങ്ങൾ കുറേ നടക്കാനുണ്ടായിരുന്നു നല്ല വെയിലത്ത്. അതിനൊരു സുഖം ഉണ്ടായില്ല ഈ നടക്കേണ്ട കാരണം, വെയിലും കൊണ്ടല്ലേ. ഇവിടെ ഇരിക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ, ഒരു വെയിലും ഇതൊന്നും അറിയില്ല. പക്ഷെ അവിടെ പോയപ്പോഴാണ് ഇത്രയും വെയിലുണ്ട് വയനാടെന്ന് അറിഞ്ഞ്. ഞാൻ വിചാരിച്ചു വയനാട് ഇത്തിരി തണുത്ത ഭാഗമാണ്, തണുത്ത പ്രദേശമാണെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ തൃശ്ശൂരിലെ പോലെ തന്നെ നല്ല പെരിഞ്ഞ വെയിലാണ്. അങ്ങനെ നമ്മൾ പോവുകയാണ് എല്ലാവരും കൂടി. അപ്പോൾ പോകുമ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരുടെയും വീഡിയോ എടുത്തു, ഞാൻ മാത്രം ആരാ വീഡിയോ എടുക്കണമെന്ന് ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ കൂടി എടുക്കാം എന്ന് വിചാരിച്ചു. ബാക്ക്ഗ്രൗണ്ട് ഈ മുളകളൊക്കെ നിർത്തി വീഡിയോ എടുത്താണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല, അതുപോലെ വെയിലായിരുന്നു. അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ നേരത്തിന് ഞാൻ ഇതാണ് എൻ്റെ മൊത്തം ബാക്കിൽ ഇങ്ങനെ ആകെ സൂര്യപ്രകാശം വന്ന് നല്ല അടിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ബസ്സിൻ്റെ അവിടേക്ക് പോകണതാണ് കേട്ടോ കാണണേ, എല്ലാവരും കൂടി നടന്ന്. അപ്പോൾ ബസ്സിൽ നമ്മൾ പോണ വഴിക്കാണ് ബസ് നിർത്തിയേക്കണം. അവിടെ തന്നെ കുറേ ചെറിയ ചെറിയ ഇങ്ങനെ കോട്ടേജ് പോലെ ഇങ്ങനെ പണിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്നിറങ്ങിയപ്പോൾ വിചാരിച്ചു ഇതാണോ നമ്മൾ ബുക്ക് ചെയ്തത് റിസോർട്ടെന്ന് വിചാരിച്ചേ. പിന്നെ നടന്നുള്ളിലേക്ക് വരുന്നുണ്ട്, കണ്ടില്ലേ ഒക്കെ പണി നടക്കണം അവിടെയൊക്കെ. അങ്ങനെ ബസ്സിൽ കയറിയിരുന്നത് എല്ലാവരും വന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് പേരൊക്കെ അവിടെ റെസ്റ്റ് എടുത്തു റിസോർട്ടിൻ്റെ അവിടെ തന്നെ അവരുടെ റൂമുകളിൽ. ബാക്കിയുള്ള കുട്ടികളൊക്കെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഇവിടെ തകർത്ത പാട്ടും വർത്താനായിട്ട് പോകാൻ. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പുറത്തുള്ള കാഴ്ചകളും പിന്നെ ചുമ്മാ റീൽസൊക്കെ എടുക്കാനുള്ള പരിപാടിയിലായിരുന്നു. ഇവിടെ നിറച്ച് കാപ്പിത്തോട്ടം കേട്ടോ. ഓരോ വീടുകൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ചെറിയ ചെറിയ വീടുകളുണ്ട്, അതുപോലെ വലിയ വലിയ വീടുകളുണ്ട്. അതിൻ്റെ വീടുകളുടെയൊക്കെ സൈഡിൽ കാപ്പിത്തോട്ടങ്ങളുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതൊക്കെ കാപ്പിയാണ് നിൽക്കുന്നതൊക്കെ ചെറുത് ചെറുത് കുറ്റിച്ചെടി പോലെ. പിന്നെ
താഴെ തേയിലത്തോട്ടം നല്ല ഭംഗിയാണ്. റോഡിന് എത്ര നമ്മുടെ വണ്ടി പോകുന്നത് എത്ര ഹൈറ്റിലാണെന്നറിയോ റോഡ്. താഴെ തേയിലത്തോട്ടങ്ങൾ, അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ റീൽസ് എടുത്ത് ഇൻസ്റ്റയിലേക്ക് വേണ്ടി കണ്ടില്ല, ഇതിങ്ങനെ ഇരുന്ന് നമ്മൾ പോണ കാഴ്ചകളൊക്കെ നോക്കിയിരിക്കണ ഒരു തരത്തിൽ റീൽസൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു ഇൻസ്റ്റ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി ഫോളോ ചെയ്യുക, വീഡിയോസ് കാണാം. അപ്പോൾ ഇതാ തേയിലത്തോട്ടം കണ്ടില്ലേ, തേയിലത്തോട്ടം കാണാൻ എന്തൊരു ഭംഗിയല്ലേ. അത് നല്ല ഭംഗിയാണ്. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കണം. അതിന് ആ ഭാഗത്തൊക്കെ നമ്മൾ വല്ല റൂം എടുത്ത് താമസിക്കണം, എന്നാലാണ് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പോയി. ഭയങ്കര ഇങ്ങനെ ചുരം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പേടി. ഞാനും മോളും മരുന്നൊക്കെ കഴിച്ചിട്ട് വന്നേ. ഗുളിക ഞാൻ കഴിച്ചിട്ടുണ്ടായി, മോൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു സിറപ്പൊക്കെ. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പണിയൊപ്പിക്കും. അപ്പോൾ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു വളവായിരുന്നു, പക്ഷേ ശരിക്കും കിട്ടിയില്ല. ആ വളവ് കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ ദൈവമേ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ യാത്ര കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴേക്കും മോൾക്ക് സ്വീറ്റ് കോൺ വേണം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൈ പിടിച്ചപ്പോഴാണ് ചിന്നു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ അവളുടെ അച്ഛൻ്റെ പിന്നാലെ പോയി. അപ്പോൾ ഇവൾക്ക് ഐസ്ക്രീം മതി, സ്വീറ്റ് കോൺ വേണ്ട. എന്നിട്ട് പിന്നെ ഐസ്ക്രീം കിട്ടാനുള്ള കാത്തിരിപ്പായി. ചെന്നപ്പോൾ തന്നെ അതേ ഹാറ്റും പിന്നെ ഗ്ലാസ്സൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വാങ്ങിച്ച് പിന്നെ നടക്കുക. ബാക്കിയുള്ളവരും മുമ്പിട്ട് നടന്നു പോയിട്ടോ. നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഇവർക്കൊക്കെ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ അവിടെ പോയി. പിന്നെ അവിടെ ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കണം. കാരണം ഇവിടെ നിന്ന് താഴേന്ന് മുകളിലേക്ക് ഡാമിൻ്റെ അവിടേക്ക് ട്രാവലറാണ്. അങ്ങനെ 2 ട്രാവലർ ട്രിപ്പ് അടിക്കുക. അത് അങ്ങനെ കൊണ്ടുവിടും ഡാമിൻ്റെ മുകളിലേക്ക്. അപ്പോൾ മോളെയും അമ്മേനെയൊക്കെ ആദ്യം കുട്ടികളെയും അമ്മമാരെയൊക്കെ അവരൊക്കെ അങ്ങോട്ട് പറഞ്ഞയച്ചു ഫസ്റ്റത്തെ ട്രിപ്പ്. പിന്നെയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വണ്ടിയൊക്കെ വന്ന് നമ്മളും പോയി. അപ്പോൾ എന്താ വെച്ചാൽ നടക്കണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ സ്റ്റെപ്സ് ഉണ്ട്, അത് കയറി ഇങ്ങനെ നടന്ന് ഡാമിൻ്റെ മുകളിലേക്ക് പോകാം. ഇതാവുമ്പോൾ ആരും ഇതില്ല. 2 കണ്ടില്ല ഐസ്ക്രീം. എൻ്റെ മോള് നക്കലാണ്. അതിൻ്റെ ഇടയിൽ കൂടെ തെറ്റി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിമാർ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ അവളെ വിളിച്ചില്ല. ചിന്നു ചേച്ചിനെ വിളിച്ചു, അവൾ വിളിച്ചില്ല. അതിന് തെറ്റി അവിടെ നിൽക്കുക കേട്ടോ, ഫോട്ടോയ്ക്ക് നിൽക്കാണ്ട്. ഇതാ ട്രാവലർ കണ്ടില്ലേ, ഇത് അമ്മയും കുട്ടികളെ കയ്യിൽ പറഞ്ഞു വിട്ടത്. പിന്നെ നമ്മളിൽ നിന്ന് പിന്നെ 2ാമത്തെ ട്രാവലർ വന്നപ്പോൾ അതിൽ കയറി ഞങ്ങൾ പോയി. ഡാമിൻ്റെ അവിടെ മുകളിൽ കൊണ്ടുവിട്ടു. അങ്ങനെ മുകളിൽ കയറി നടന്ന് എൻ്റെ അപ്പ അവിടെ കുറേ വീഡിയോസും ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ടോളൂ. ഇനി അവിടെ അധികം സംസാരിക്കാനില്ല. കുറേ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വന്നിട്ടുണ്ടായി. ഇതേ കണ്ട സിസ്റ്റേഴ്സ് വന്നേക്കുന്നത്. അങ്ങനെ ഇവിടെ നമ്മൾ വന്നപ്പോൾ അധികം ചിന്നു ഓടി വരുന്നു വിശേഷങ്ങളിട്ട്. ഇവരെ കൊണ്ട് ഓടി നടന്ന് വിട്ടു. ഇവർ പിന്നെ നമ്മളൊരു സൈഡിൽ നടക്കാൻ വെച്ചാൽ മറ്റേ സൈഡിൽ ഇവർ 2 പേരും കൈ കോർത്ത് പിടിച്ച് ഓടി നടക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ നോക്കാൻ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കുട്ടികളെ. ഇവിടെ ഒന്നുമില്ല, ഇങ്ങനെ നടക്കുക തന്നെ. ഇപ്പുറത്ത് ഡാം, ഇപ്പുറത്ത് നല്ല വളരെ വിശാലമായ കണ്ട പ്രകൃതി രമണീയമായ കാഴ്ചകളാണ്. ഇപ്പുറത്ത് പച്ചപ്പും, ഇപ്പുറത്ത് നല്ല നല്ല ഭംഗിയുണ്ട് ഡാം കാണാൻ കേട്ടോ. അവിടെ ഈ ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊന്നും നിന്നില്ല. നമ്മൾ വേഗം തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിലാണ് വന്നത്. അതിനൊന്നും കയറാനൊന്നും നിന്നില്ല. ഇങ്ങനെ വരുമ്പോൾ അങ്ങനെയൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വേഗം വന്ന് ഇവിടെ കുറച്ച് നേരം കാണുക, പോവുക തിരിച്ച്. എല്ലാവർക്കും ആ റിസോർട്ടിൻ്റെ ഭാഗത്തൊക്കെ നിൽക്കാനും ഇരിക്കാനൊക്കെ ഇഷ്ടം. അവിടെ സ്വിമ്മിങ് പൂളിൽ കളിക്കാനും ഇതൊക്കെയാണ്. ഇതിനൊന്നും അത്ര പിന്നെ വെയിലും അല്ല, കാരണം ഒരു സുഖവും ഇല്ല. അങ്ങനെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടോളൂ കേട്ടോ.
എന്ത് എവിടെ എന്ത് ആ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് തളർന്ന് വരുമ്പോഴാണ് വഴിയിലൊക്കെ മാങ്ങയും നെല്ലിക്കയും പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ട് വെച്ചേക്കണം. അപ്പോൾ മാങ്ങയും നെല്ലിക്കയും ഇതൊക്കെ നമ്മൾ വീട്ടിലായാലും ഉപ്പിലിടുന്ന സംഭവമാണ്. പൈനാപ്പിൾ അങ്ങനെ ഇടാറില്ല. ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ല. അപ്പോൾ ഇവിടെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഞാനൊരെണ്ണം വാങ്ങി ഞാനും ഹസ്ബൻഡും കൂടി അത് കഴിച്ചു നടക്കാം കേട്ടോ. പിന്നെ ഇവർ ചോക്ലേറ്റ് എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ച് നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ടൊരു സ്ഥലത്ത് നിർത്തി. ഇത് ഹോട്ടലിൻ്റെ പേരും ഹോട്ടൽ ബാനാസുര എന്നാണ്. അവിടെ വാഴയിലാണ് വെജ് ആയാലും നോൺ വെജ് ആയാലും ഒക്കെ വിളമ്പുക. അപ്പോൾ വെജ് മീൽസും അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്ന് കുറേ സമയം അങ്ങനെ പോയി. അത് കഴിച്ച് നമ്മൾ അവിടെ നിന്ന് വീണ്ടും നമ്മുടെ റിസോർട്ടിലേക്ക് പോയി. അവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ചെന്ന വഴി തന്നെ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങും. കുറച്ച് നേരം അവിടെ എല്ലാവരും കയറി നിന്ന് ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം. ആ ഒരു സമയമായി. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വെച്ചോളൂ. വന്നിട്ട് ഇതുവരെ ഐസ്ക്രീം കഴിച്ചില്ല. അപ്പോൾ എന്തായാലും ഐസ്ക്രീം വാങ്ങി. കണ്ടില്ലേ, ഇത് എൻ്റെ ഫേവറേറ്റ് ബട്ടർ സ്കോച്ച് കേട്ടോ. പിന്നെ ഞാൻ റൂമിലേക്ക് പോയിട്ടോ. ഇത് ഇവർ കളിക്കാനൊക്കെ ആയിട്ട് കുറേ പേര് പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ആരോ വീഡിയോ അയച്ചെന്താ ഞാനതെടുത്ത് ഇതിലിട്ടതാണ്. രാത്രി ഇതേ അവിടെയൊക്കെ ഫുള്ളായിട്ടിട്ട്, ഇത് നേരത്തെ രാവിലെ കാണിച്ചിരുന്ന ബ്രിഡ്ജാണ് കേട്ടോ. ഞാൻ ഒക്കെ ഫുൾ മാല ബൾബൊക്കെ ഇട്ട്. അതിനിവിടെയാണ് നമ്മൾ അന്ന് രാത്രി ബോൺഫയറിന് എല്ലാവരും കൂടി ഒരുമിച്ച്, വേറെ ഫാമിലിമാരൊക്കെ വരും. ഡാൻസൊക്കെയാണ് മോളുടെയും ചിന്നുവിൻ്റെ ഒക്കെ. നമ്മളും കൂടി നിന്ന് എല്ലാവരും കൂടി നിന്ന് ഇവിടെ ഡാൻസ് കളിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ പോയി പഴയ സ്ഥലത്ത് തന്നെ, ഞാൻ പറഞ്ഞല്ലോ അവിടെ പോയി അവിടെ വീണ്ടും ഇതൊക്കെ സെറ്റ് ചെയ്ത് നമ്മളവിടെ കൂടി. അന്ന് രാത്രി കുറേ നേരം അവിടെ നിന്ന് ഗെയിമും അതും ഇതൊക്കെ ആയിട്ട് കളിച്ച് കഴിഞ്ഞിട്ടാണ് റൂമിലേക്ക് പോയത്. അങ്ങനെ നല്ല രാത്രി വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. വയനാടാണെങ്കിലും, ഞാൻ വയനാടൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും, ബാംഗ്ലൂരിലെ പോലെ തണുപ്പൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചത്. ബാംഗ്ലൂരിലേക്കാളും തണുപ്പുണ്ടാവുമെന്ന് വിചാരിച്ചത്, പക്ഷേ ഉണ്ടായിരുന്നില്ല വലിയ. പിന്നെ അതുമല്ല, നമ്മൾ ഫയറിൻ്റെ അടുത്താണല്ലോ, അത് കാരണം വലിയ കുഴപ്പമുണ്ടായിരുന്നു. ഇതേ പൊരിഞ്ഞ കളി വേറെ ഗ്രൂപ്പുണ്ട്, അവർ പിന്നെ കുറേ ആണുങ്ങൾ മാത്രം നിന്ന് കളിക്കണുള്ളൂ. പെണ്ണുങ്ങളൊക്കെ അവിടെ വെറുതെ നോക്കി നിൽക്കുക. നമ്മൾ ചുമ്മാ അവരെ എൻ്റർടൈൻ ചെയ്യിക്കാൻ നിന്ന് കളിക്കണ പോലെ തോന്നി. അത് കാരണം കൊണ്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പോയി നമ്മളുടെ പഴയ സ്ഥലത്ത് തന്നെ പോയി കളിച്ചു. പിന്നെ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചു. ദേ ഇവിടെ ഭയങ്കര കളിയാണ്, കുട്ടികൾക്ക് അത് തന്നെ ഉണ്ടായിരുന്നു പണി. കഴിഞ്ഞ് നമ്മൾ പിന്നെ ചെക്കൗട്ടിൻ്റെ സമയമായി. 11:30 ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഇവിടേക്ക് വണ്ടി വരും കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ലഗേജൊക്കെ അതിൽ കൊണ്ടുവച്ച് അതിൽ പോകേണ്ടവർക്ക് അതിൽ പോവാം. അപ്പോൾ അമ്മേനെയും കുട്ടികളൊക്കെ അതിലേക്ക് അതിൽ പറഞ്ഞയച്ചു. നമ്മൾ ബസ് നിർത്തണ അവിടേക്ക് കൊണ്ടുവിടും. അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇത് റിസപ്ഷൻ്റെ ഭാഗമാണ് കേട്ടോ. ഈ ഇവിടെയൊക്കെ ഉള്ളിലേക്ക് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നല്ല ഭംഗി ഇങ്ങനെ ബോട്ടിലാട്ടമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. വന്ദനയ്ക്ക് സുഹാസിന് ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞ് അതിന് പോസ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ പിന്നെ താഴെ നമ്മൾ ഇറങ്ങി നടക്കുകയാണ്. ഇടയ്ക്ക് എല്ലാവരും കൂടി നിന്ന് ഫോട്ടോ എടുത്ത് നമ്മളുടെ ട്രിപ്പിൻ്റെ അവസാനം തിരിച്ച് ബസ് കയറി. അങ്ങനെ ഒരു വയനാടൻ വ്ലോഗ് കഴിഞ്ഞു. വയനാടൻ ട്രിപ്പ് പോണ വഴിക്ക് നമ്മൾ മീനങ്ങാടി ഇറങ്ങി. അവിടെ നിന്ന് കുറേ പച്ചക്കറിയും
പിന്നെന്താ ഉണക്കമീനൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോയത്. പിന്നെ ഇത് ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയ ഹോട്ടലിൽ നിറച്ച് ഹണി ഇരിക്കണ്ടായി. അതാണ് ഞാൻ മറന്നു പോയത്. ഇപ്രാവശ്യം വാങ്ങിയില്ല. എനിക്ക് അവിടുന്ന് ഹണി വാങ്ങിക്കുന്നുണ്ടായിരുന്നു. വയനാട് നല്ല പ്യുവറായിട്ടുള്ള ഹണി കിട്ടും. പക്ഷേ അവിടെയും വിശ്വസിക്കാൻ പറ്റില്ല, മറ്റേ നല്ലതല്ലാത്തതും കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അങ്ങനെ പോയി. വണ്ടിയിൽ ഇത് ഭയങ്കര അന്താക്ഷരിയും ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ട്രിപ്പിൻ്റെ വീഡിയോ ഒക്കെ അവസാനിക്കുകയാണ്. നമ്മുടെ ട്രിപ്പിൻ്റെ കാഴ്ചകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.